ചെന്നൈ എക്സ്പ്രസ്സിലെ ഈ ഒരൊറ്റ സീൻ കണ്ടിട്ടാണ് നമ്മൾ ദൂദ്സാഗർ ട്രക്കിങ്ങിന് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നടക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം ഇതൊരു സാധാരണ ട്രിപ്പല്ല. സാധാരണ ഗോവയ്ക്ക് പോവാന്ന് പറയുമ്പോഴേ ബീച്ച്, പാർട്ടി, പബ്ബ് ഇതൊക്കെ തന്നെയായിരിക്കും മനസ്സിൽ വരുന്നത്. എന്നാൽ ഗോവയ്ക്ക് ഇങ്ങനൊരു ഫേസും കൂടി ഉണ്ട്. മഴയത്ത് ഇതേപോലെ ട്രക്കിങ് ചെയ്യുന്ന തന്നെ വേറൊരു വൈബാണ്. പക്ഷേ കാണുന്ന അരുവിയിലൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. 10 പേരുള്ള ഓരോ ബാച്ചായിട്ടാണ് നമ്മളിവിടെ ഗൈഡ് കൊണ്ടുവന്നത്. കാരണം വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഫോറസ്റ്റ് പെർമിറ്റും ഇവിടെ നിന്ന് എടുക്കണം. മൺസൂൺ സീസണിൽ ഇവിടെ ട്രക്കിങ് മാത്രമാണ് ഉള്ളത്. ഓഫ് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്. 2 സൈഡും കൂടിയിട്ട് 16 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് നമുക്ക് നടക്കാനുള്ളത് 12 കിലോമീറ്റർ ആണ്. ടോട്ടൽ 24 കിലോമീറ്റർ നമ്മൾ നിൽക്കാതെ നടക്കണം. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ പുഷ്പം പോലെ നടന്നു കയറി. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമാണല്ലോ ഉള്ളത്, ദൂദ്സാഗർ വാട്ടർഫോൾ കാണാം. അങ്ങോട്ട് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, റെയിൻകോട്ട് ഇടുന്നു. ഇതേപോലുള്ള ചെറിയ ചെറിയ പാലങ്ങൾ മുറിച്ച് കിടക്കുന്നു. ഇതൊക്കെയാണ് സംഭവങ്ങൾ. എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടീൻ ബാറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളിവിടുന്ന് പോയത്. പോകുന്ന വഴിക്ക് ഇവന്മാരെയൊക്കെ കാണുകയും ചെയ്യാം. കുറച്ച് വിഷമുള്ള ടൈപ്പുകളുണ്ട്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. 24 കിലോമീറ്റർ ട്രക്കിങ് ചെയ്തത് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം നടക്കണോ എന്ന് ചോദിക്കുന്നവരോട് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. എന്തായാലും ഞങ്ങളെല്ലാവർക്കും ഇത് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രെയിനൊക്കെ പോകുന്നത് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. മുമ്പ് ഇവിടെ റെയിൽവേ ട്രാക്കിലൂടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടന്നു. പോകുമ്പോൾ കയ്യിലുള്ള പ്രോട്ടീൻ ബാറും നെല്ലിക്കൊക്കെ എടുത്ത് തിന്നിട്ടാണ് വീണ്ടും നടക്കുന്നത്. പിന്നെ ഒരു ഗോവൻ മീലും കഴിച്ചു. ടേസ്റ്റ് ഇല്ലെങ്കിലും അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ 8:30 തുടങ്ങിയ ട്രക്കിങ് വൈകിട്ട് 6 മണിയായപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കാലൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നേരെ റൂമിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരിട്ടാ.